അവിചാരിതമായി കണ്ടുമുട്ടിയ ഈ കാശ്മീരികൾക്കൊപ്പം പാകിസ്ഥാൻ അതിർത്തിയിലെ അവരുടെ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. കഥ പറയാം. പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുരുമിയാണ് ബാക്കർ ഹുസൈൻ്റെയും ആബിദിൻ്റെയും വീട്. പ്രധാന പാതയിൽ നിന്ന് അരമണിക്കൂർ സമയം കാൽനടയായി സഞ്ചരിച്ചാൽ ഈ മലമുകളിലാണ് അവരുടെ ഗ്രാമം. പേര് ബഗീജ. ഗുറേസ് വാലിയിൽ നിന്ന് ഏറെ അവിചാരിതമായാണ് ഇരുവരെയും ഞാൻ കണ്ടുമുട്ടിയത്. അവരുടെ ക്ഷണപ്രകാരമാണ് ഗ്രാമത്തിലേക്കുള്ള ഈ യാത്രയ്ക്ക് എനിക്ക് അവസരമൊരുങ്ങിയത്. കാൽപെരുമാറ്റം ആരംഭിച്ചാൽ ആടിത്തുടങ്ങുന്ന മരപ്പാലങ്ങളിലൂടെ മനോഹരമായ 2 നദികൾ മുറിച്ചു കടക്കണം. പാലത്തിൻ്റെ കൈവരിയിൽ പ്രകൃതിയുടെ ജീവനുള്ള ചിത്രങ്ങൾ ചില്ലിട്ടു വെച്ചിട്ടുണ്ട്. പൂക്കളാൽ അതിരിട്ട നടപ്പാതകളിലൂടെ ചെങ്കുത്തായ ഈ മല കയറണം. കൂട്ടിന് കിളികളും നദികളും ഒരുമിച്ചൊരുക്കുന്ന ഗംഭീരമായ പശ്ചാത്തല സംഗീതവുമുണ്ട്. ബാക്കർ ഹുസൈൻ ഖാൻ എന്നോട് ഇടയ്ക്കിടെ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന്. ഒടുവിലാണ് മനസ്സിലായത്, എൻ്റെ കാശ്മീരി വീഡിയോകളുടെ സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. മേരാ വീഡിയോ ദേഖ്തേ ഹാ. കുളിരുകോരുന്ന ഈ കാഴ്ചകളെയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 4 വരിയിൽ വർണ്ണിച്ചു വച്ചിരിക്കുന്നത്. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വരത്തോപ്പുകളും. മനോഹരം. ഗുറേസിലെ സംസ്കാരങ്ങളിലും ഭാഷയിലും രീതികളിലും ചില വ്യത്യാസങ്ങളുണ്ട്. ദാർദ് ജനവിഭാഗമാണ് ഇവിടെ ജീവിക്കുന്നത്. ഷീന എന്നാണ് അവരുടെ ഭാഷയുടെ പേര്. तो आपका नाम क्या है? एक कैसे पूछेंगे आपकी भाषा में? हमारी भाषा में आप ऐसे पूछ सकते हो सर कि थू नोम जोखो. तू नोम जोखो. 4 മാസം കഴിഞ്ഞാൽ മഞ്ഞുകാലം ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണിവിടെ. വീടുകളിൽ ഒരിളം ചൂട് പകരാൻ ഈ വിറകുകൾ ആ കാലയളവിൽ ഉപകരിക്കും. മഞ്ഞുകാലം ആരംഭിച്ചാൽ ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടും. ഹെലികോപ്റ്റർ മുഖേന മാത്രമായി പലപ്പോഴും ഗതാഗതം പരിമിതപ്പെടും. 35 വീടുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിലുള്ളത്. സ്കൂളും അംഗനവാടിയും ഹോസ്പിറ്റലും മൃഗാശുപത്രിയും അടക്കം സൗകര്യങ്ങൾ ഏറെക്കുറെയുണ്ട്. എല്ലാം മനോഹരമായി മരത്തടികളിൽ നിർമ്മിച്ചിരിക്കുന്നു. താഴ്വരകളിൽ വിവിധതരം കൃഷികളും ഗംഭീരമായി നടക്കുന്നുണ്ട്. മഞ്ഞുകാലത്തേക്കായി ഈ വിളകളിൽ നിന്ന് വലിയൊരു വിഹിതം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ചെങ്കുത്തായ വളരെ ചെറിയ ഇടങ്ങൾ പോലും കൃഷി ചെയ്ത് ഈ മനുഷ്യർ സമ്പന്നമാക്കി വച്ചിരിക്കുന്നു. ഈ ചെറുകഥയിൽ മനുഷ്യരാശിക്കാകെ വലിയ പാഠങ്ങളുണ്ട്. വീണ്ടും കാണാം.